നമുക്ക് അതിൽ തേങ്ങ അരച്ച് കറി വെച്ച് നോക്കാം. നമുക്ക് മീനൊന്ന് വെട്ടിയെടുക്കാം. ഈ അയിലക്കകത്താണെങ്കിൽ ഒരു സൈസിൽ പുഴുണ്ട് അതിൻ്റെ ചെകിളക്കകത്ത്. വേണ്ട പുഴുവിനെ എടുത്ത് കളഞ്ഞിട്ട് വേണം കണ്ടിക്കാൻ. പൂവ് എടുത്ത് കളയണം. വെട്ടിക്കഴിഞ്ഞ് ഏകദേശം നമുക്ക് ഉപ്പിട്ടൊന്ന് തേക്കാം നന്നായിട്ട്. വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഒലച്ചെടുത്തിട്ട് വയറ് കയറി അതിനകത്തിരിക്കുന്ന അഴുക്കെല്ലാം എടുത്ത് കളയാം. കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് കരിയാപ്പിലയും വെച്ച് തേങ്ങ ഒന്ന് പൊതിച്ചെടുക്കാം. കുരുപ്പ് വന്നിട്ടുണ്ട് വെള്ളം കുടിക്കാൻ. തേങ്ങ തിരുമ്മടുത്തും വഴക്കിന് വന്നേക്കുള്ളൂ. കൊച്ചുള്ളി, ഒരു ശകലം ഇഞ്ചി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ശകലം ഉലുവാപ്പൊടി എല്ലാം കൂടെ വെള്ളം ഒഴിച്ച് ചേർത്ത് നമുക്ക് അരച്ച് കൊണ്ടുവരാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കരിയാപ്പില, പിന്നെ കുടംപുളി എടുത്തേക്കുന്നത്. കുടംപുളി വെള്ളത്തോടെ അങ്ങ് ഒഴിച്ച് ഒന്ന് ഇളക്കി ഉപ്പുണ്ടോ നോക്കിയിട്ട് നമുക്ക് അടപ്പേ വെച്ച് തീ കത്തിക്കാം. തിളച്ച് വരുമ്പോഴത്തേക്കിന് കഴുകിയ മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് നമുക്ക് കഴിക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പറ്റി എണ്ണ തെളിഞ്ഞ് വരണം. കുറച്ച് കരിയാപ്പിലയും കൂടി ഇടുന്നുണ്ട്. തെളിഞ്ഞ് ഈ പരുവായിട്ടുണ്ട്. അപ്പോൾ ബൈ, നാളെ കാണാം.